ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ശിശുവിനെ തൊട്ടിലിൽ കിടത്തിയുറക്കി അമ്മ. അങ്ങനെ കൊച്ചിനെ തൊട്ടിലാക്കി അമ്മ പോയി ഉറക്കി കിടത്തിയിട്ട്. കുറച്ച് കഴിഞ്ഞ് ഈ കുട്ടിയുടെ അപ്പൻ വന്ന് നോക്കിയപ്പോൾ ഒരു തേനീച്ചക്കൂട്ടം ഈ ശിശുവിൻ്റെ ദേഹത്ത്. തേനീച്ചക്കൂട്ടം. അപ്പനൊന്ന് അമ്പരന്നു. പക്ഷെ ആ ശിശുവിന് യാതൊരു ഭാവഭേദവും ഇല്ല. അതിങ്ങനെ നന്നായിട്ട് ഉറങ്ങുകയാണ്. അപ്പൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ ശിശുവിൻ്റെ ദേഹത്ത് ഒരു തേൻ തുള്ളി. ഇവൻ തേൻ നാവുള്ളവനായി മാറും എന്ന് അപ്പം പറഞ്ഞു. അത് സത്യമായി. ആ ശിശുവാണ് നാം ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന അംബ്രോസ്. മിലാനിലെ മെത്രാൻ വിശുദ്ധ അംബ്രോസ്. 340 അദ്ദേഹം ജനിച്ചത്. 397 അദ്ദേഹം മരിച്ചത്. മെത്രാനാകുന്നതിന് മുമ്പ് ലിഗൂരിയ എമിലിയായുടെ ഗവർണറായിരുന്നു. ലിഗൂരിയ എമിലിയ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ 374 ജനങ്ങൾ വോട്ട് ചെയ്താണ് അദ്ദേഹത്തെ മെത്രാനാക്കിയത്. സഭയുടെ ആദ്യകാല വേദപാരംഗതനാണ്. ജർമ്മനിയിലെ ക്രിസ്തീയ കുടുംബത്തിലാണ് അംബ്രോസ് ജനിച്ചത്. ഗോൾ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഫ്രാൻസ്. അവിടെ പ്രീഫെക്റ്റായിരുന്ന ഔറേലിയയാണ് അദ്ദേഹത്തിൻ്റെ അപ്പൻ. അംബ്രോസിൻ്റെ സഹോദരനായ സറ്റീറസും സഹോദരിയായ മഴ്സല്ലീനയും വിശുദ്ധരായി കണക്കാക്കപ്പെടുന്നവരാണ്. ഉപരിപഠനത്തിനായി അംബ്രോസ് റോമായിലേക്ക് പോയി. സാഹിത്യം, നിയമം, പ്രസംഗകല ഇവയൊക്കെ പഠിച്ചു. ലിഗൂരിയ അമീലിയയുടെ ഗവർണറായിട്ട് അതിനുശേഷമാണ് നിയമിതനാകുന്നത്. 374 മിലാനിലെ മെത്രാൻ മരിച്ചപ്പോൾ പുതിയ മെത്രാനെ തെരഞ്ഞെടുക്കാനുള്ള സമ്മേളന സ്ഥലത്തേക്ക് അംബ്രോസ് പോയി. അവിടെ നടക്കുന്ന ബഹളം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് പോയത്. എന്നാൽ പെട്ടെന്നാണെന്ന് സംഭവിച്ചത്. ജനക്കൂട്ടം മുഴുവൻ ആർത്ത് വിളിച്ച് പറഞ്ഞു, അംബ്രോസിനെ മെത്രാനാക്കൂ. ആദ്യം അദ്ദേഹം വിസമ്മതിക്കുകയും ഓടിയൊളിക്കുകയും ചെയ്തെങ്കിലും ഗ്രേഷ്യൻ ചക്രവർത്തിയുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം മാമോദീസ സ്വീകരിച്ചു. പൗരോഹിത്യവും മെത്രാഭിഷേകവും സ്വീകരിച്ചു. നിക്കാ സുനോദോസിന്റെ വിശ്വാസ സമയം നടപ്പാക്കാൻ അതീവ ശ്രദ്ധ ചെലുത്തിയ മെത്രാനാണ് അംബ്രോസ് മെത്രാൻ. ആ നിക്കാ സുനോദോസിന്റെ 1700 വാർഷികമാണ് 2025. ഓർത്തഡോക്സ് സഭകളും കത്തോലിക്ക സഭയും ചേർന്ന് അതിൻ്റെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമെന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്. മെത്രാൻ എന്ന നിലയിൽ കഠിനമായ തപശ്ചര്യ ജീവിതമാണ് അംബ്രോസ് നയിച്ചത്. തനിക്ക് കിട്ടിയിരുന്ന പണം ദരിദ്രർക്ക് കൊടുത്തു. തനിക്കുണ്ടായിരുന്ന പറമ്പും മറ്റു വസ്തുക്കളും പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. സഹോദരിയായ മഴ്സലേനയ്ക്ക് മാത്രം അല്പം വസ്തു കൈമാറി. എന്നാൽ അവർ പിന്നീട് കന്യാസ്ത്രീ അമ്മയായി. മരണത്തിൻ്റെ നന്മ എന്ന പേരിൽ അംബ്രോസ് ഒരു പ്രബന്ധവും രചിച്ചു. റോമായിലെ ഒരു വൈദികന്റെ അടുത്തുനിന്നാണ് മെത്രാൻ ദൈവശാസ്ത്രം പഠിച്ചത്. അംബ്രോസ് മെത്രാൻ അതുപയോഗിച്ച് ആര്യൻ പാഷാണ്ഡതയെ പ്രസംഗത്തിലൂടെ ആക്രമിച്ചു. ആഗസ്തീനോസ്, മഹാനായ ഗ്രിഗറി, ജെറോം എന്നിവരോടൊപ്പം മൗലിക സഭാപിതാക്കന്മാരിൽ ഒരുവനാണ് അംബ്രോസ്. ആര്യൻ പാഷാണ്ഡതക്കാർ അക്രമത്തിന്റെ രീതി അവലംബിച്ചപ്പോൾ അംബ്രോസ് മെത്രാൻ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ജീവൻ വേണോ? എടുത്തോളൂ, എൻ്റെ പ്രാണൻ നിങ്ങൾ എടുത്തോളൂ, ഞാൻ തയ്യാറാണ്. കാരാഗ്രഹത്തിലേക്കോ മരണത്തിലേക്കോ പോകാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ കർത്താവിൻ്റെ സഭയെ ഒറ്റക്കൊടുക്കാൻ എനിക്ക് കഴിയില്ല. ബലിപീഠം ഉപേക്ഷിക്കുന്നതിനേക്കാൾ അതിൻ്റെ പാദത്തിൽ വെച്ച് കൊല്ലപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബലിപീഠം ഉപേക്ഷിക്കുന്നതിനേക്കാൾ അതിൻ്റെ പാദത്തിൽ വെച്ച് കൊല്ലപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാഷാണ്ഡതയിൽ പോയവർ യഹൂദർ, പുറജാതിക്കാർ എന്നിവരുമായി വിവാഹബന്ധം പാടില്ലെന്ന് പാഷാണ്ഡത്തിൽ പോയവരുമായിട്ടും യഹൂദരായിട്ടും പുറജാതിക്കാരുമായിട്ടും വിവാഹബന്ധം പാടില്ലെന്ന് അംബ്രോസ് പഠിപ്പിച്ചു. ആര്യൻ പാഷാണ്ഡതയിൽ പോയവർക്ക് ഒരു പള്ളി വിട്ടുകൊടുക്കാൻ രാജാവ് ആവശ്യപ്പെട്ടപ്പോൾ അംബ്രോസ് മെത്രാൻ അത് നിരസിച്ചു. അതേസമയം രാജാവിന് വേണ്ടി അദ്ദേഹം ദൂതനായി പോയിട്ടുണ്ട് താനും. അങ്ങനെ അംബ്രോസിന്റെ മധ്യസ്ഥം വഴി പല യുദ്ധങ്ങളും ഇല്ലാതാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. സഭയുടെ പരസ്യ ആരാധനയുടെ ക്രമം, അതിൻ്റെ രീതി അംബ്രോസ് നവീകരിച്ചു. അംബ്രോസിയൻ റീത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ കേൾക്കുന്നില്ലേ. സഭയുടെ സാർവജനിക സ്വഭാവത്തിന് അദ്ദേഹം ഊന്നൽ കൊടുത്തു. സഭയിൽ എവിടെ ആയിരിക്കുന്നുവോ അവിടെയുള്ള പാരമ്പര്യം പിന്തുടരാൻ അംബ്രോസ് ഉപദേശിച്ചു. ഞാൻ റോമായിലായിരിക്കുമ്പോൾ ശനിയാഴ്ച ഉപവസിക്കുന്നു, ഞാൻ മിലാനിലായിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾ എവിടെയാണോ അവിടെയുള്ള സഭയുടെ പാരമ്പര്യം പാലിക്കുക. റോമായിലായിരിക്കുമ്പോൾ റോമാക്കൾ ചെയ്യുന്ന പോലെ ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞു. മരീശാസ്ത്രത്തെക്കുറിച്ച് അംബ്രോസിന്റെ ഒരു വ്യാഖ്യാനം, ദൈവത്തിന് ചേർന്നതായിരുന്നു കന്യകയിൽ നിന്ന് ജനിക്കുക. അമലോത്ഭവനായ ദൈവപുത്രൻ അമലോത്ഭവയായ ജനനത്തിന്റെ ശുദ്ധി സംരക്ഷിച്ചുകൊണ്ട് ജനിച്ചു. മറ്റേത് തരത്തിൽ ജനിച്ചെങ്കിലാണ് അത് ദൈവത്തിന് ചേർന്നതാകുമായിരുന്നത്. ദൈവത്തിന് ചേർന്നതായിരുന്നു കന്യകയിൽ നിന്ന് ജനിക്കുക. അമലോത്ഭവനായ ദൈവപുത്രൻ അമലോത്ഭവയായ ജനനത്തിന്റെ ശുദ്ധി സംരക്ഷിച്ചുകൊണ്ട് ജനിച്ചു. മറ്റേത് തരത്തിൽ ജനിച്ചെങ്കിലാണ് അത് ദൈവത്തിന് ചേർന്നതാകുമായിരുന്നത്. നാളെ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളും കൂടിയാണ്. അപ്പോൾ അമലോത്ഭവനായ ക്രിസ്തു അമലോത്ഭവൻ ജനിക്കുക എന്നുള്ളത് ദൈവത്തിന് ചേർന്ന രീതിയായിരുന്നു എന്നാണ് അംബ്രോസിന്റെ വ്യാഖ്യാനം.
വളരെ ഗംഭീരമാണ്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ദൈവപുത്രൻ ജനിച്ച ഗർഭപാത്രത്തിൽ മറ്റാരെങ്കിലും ഇല്ലേ ഉരുവായി എന്ന് വിച്ഛേദിക്കാൻ നമുക്കാർക്കും കഴിയില്ല. അങ്ങനെ സാക്ഷ്യങ്ങളുമില്ല. ഈ മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നു പറഞ്ഞിട്ട് പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും നടക്കുന്നില്ലേ? അവർ കേൾക്കേണ്ടതാണ് ഈ അമ്പോസ്തലന്റെ വാക്കുകൾ. ദൈവം മനുഷ്യനായി വന്ന ഗർഭപാത്രത്തിൽ വേറെ മനുഷ്യക്കുഞ്ഞുങ്ങൾക്ക് ജന്മം കിട്ടി എന്ന് വിച്ഛേദിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിന് യാതൊരു തെളിവുകളുമില്ല. യേശുവിൻ്റെ സഹോദരന്മാർ എന്ന വാക്ക് കൊണ്ട് മാത്രം മറിയത്തിൻ്റെ മക്കളാണ് ഈ അവരെന്ന് ഊഹിക്കുന്നത് എത്രയോ വലിയ മണ്ടത്തരമാണ്. സഹോദരന്മാർ എന്ന വാക്ക് എന്തെല്ലാം അർത്ഥത്തിലാണ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നതും സാഹിത്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ സഹോദരന്മാർ എന്ന് പറഞ്ഞിട്ട് പേരുകൾ നൽകപ്പെട്ടതുകൊണ്ട് അവർ മറിയത്തിൻ്റെ മക്കളാണെന്ന് ഒരു സ്ഥലത്തും എഴുതിയിട്ടില്ല. മറിയത്തിൻ്റെ മകൻ എന്ന് വിളിക്കുന്ന ഒരേ ഒരാൾ യേശുവാണ്. മറിയത്തിൻ്റെ മകൻ എന്ന് വിളിക്കുന്നത് യേശുവിനെ മാത്രമാണ്. മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം. ചുരുക്കത്തിൽ ഈ അംബ്രോസ് മെത്രാനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അദ്ദേഹത്തിന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ മെത്രാന്മാരും വൈദികരും അൽമായരും എല്ലാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും വിശുദ്ധരായി മരിക്കാനും ആഗ്രഹിച്ച് സഭയ്ക്ക് വേണ്ടി ഇല്ലേ, ആ വാക്കുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ബലിപീഠം ഉപേക്ഷിക്കുന്നതിനേക്കാൾ അവിടെ വെച്ച് കൊല്ലപ്പെടുന്നതാണ് എനിക്കിഷ്ടം. ഇത് നമ്മുടെ അച്ഛന്മാരും മെത്രാന്മാരും എല്ലാം മനസ്സിലാക്കേണ്ടതാണ്. കർത്താവിന് ഒറ്റിക്കൊടുക്കാനായിട്ട് നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ലെന്നാണ് മെത്രാൻ പറഞ്ഞത്, അംബ്രോസ് മെത്രാൻ. നമുക്കെല്ലാവർക്കും അത് പാഠമാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.